തൊട്ടടുത്ത് അതീവ തന്ത്രപ്രധാനമായ സിലിഗുരി കോറിഡോറിന് വെറും കിലോമീറ്ററുകൾ മാത്രം അകലെ ചൈന ചുവടുറപ്പിക്കുകയാണ്. ഇന്ത്യയുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശും ചൈനയും തമ്മിൽ ഇപ്പോൾ ടീസ്റ്റ നദി സംബന്ധിച്ച് പുതിയൊരു ധാരണയിൽ എത്തിയിരിക്കുകയാണ്. ഇത് വെറും ഒരു ജലപദ്ധതിയല്ല, മറിച്ച് ദക്ഷിണേന്ത്യയിലെ ശക്തി സമവാക്യങ്ങൾ മാറ്റാൻ പോകുന്ന ഒരു വലിയ നീക്കമാണ്. എന്താണ് ബംഗ്ലാദേശും ചൈനയും തമ്മിലുള്ള ഈ പുതിയ കരാർ? ഇത് ഇന്ത്യയുടെ സുരക്ഷയെ എങ്ങനെ ബാധിക്കും? നമുക്ക് നോക്കാം. എന്താണ് പുതിയ ധാരണ? ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാന്റെ ചൈന സന്ദർശന വേളയിലാണ് ഈ നിർണായക ചർച്ചകൾ നടന്നത്. ചൈനയുടെ ജലവിഭവ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ടീസ്റ്റയുൾപ്പെടെയുള്ള അതിർത്തി നദികളുടെ മാനേജ്മെന്റിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. പ്രത്യേകിച്ച് കോടികൾ ചിലവ് വരുന്ന ടീസ്റ്റ നദി പുനരുദ്ധാരണ പദ്ധതിക്ക് ചൈനയുടെ സാങ്കേതികവും സാമ്പത്തികവുമായ സഹായം ബംഗ്ലാദേശ് തേടിയിരിക്കുകയാണ്. ടീസ്റ്റ നദിയുടെ പ്രാധാന്യം. എന്തുകൊണ്ടാണ് ടീസ്റ്റ നദി ഇത്രയധികം ചർച്ചയാകുന്നത്? ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലെ സിക്കിമിലും പശ്ചിമ ബംഗാളും കടന്ന് ടീസ്റ്റ ബംഗ്ലാദേശിലേക്ക് ഒഴുകുകയാണ്. ബംഗ്ലാദേശിലെ ദശലക്ഷക്കണക്കിന് കർഷകർക്ക് ഈ നദി ജീവനാഡിയാണ്. എന്നാൽ ഈ നദിയിലെ ജലവിഹിതം സംബന്ധിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ വർഷങ്ങളായി ഒരു അന്തിമ കരാറിൽ എത്തിയിട്ടില്ല. പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ ചില വിയോജിപ്പുകൾ കാരണം കരാർ നീണ്ടുപോകുന്ന ഈ സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ് ചൈനയുടെ സഹായം തേടാൻ നിർബന്ധിതരാകുന്നത്. ഇന്ത്യയുടെ ആശങ്ക. ടീസ്റ്റ പ്രോജക്ട് നടപ്പിലാക്കുന്നത് ഇന്ത്യയുടെ അതിർത്തിക്ക് തൊട്ടടുത്താണ്. ചൈനീസ് എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും ഈ മേഖലയിൽ എത്തുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ചിക്കൻ സ്നെക്ക് കോറിഡോറിന് സമീപം ചൈനയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് ഇന്ത്യക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതൊരു ജലപദ്ധതി എന്നതിലുപരി ചൈനയുടെ ഒരു സ്ട്രാറ്റജിക് കടന്നുകയറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. ചൈനയുടെ തന്ത്രം. ശ്രീലങ്കയിലും പാകിസ്ഥാനിലും കണ്ടതുപോലെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ വഴി രാജ്യങ്ങളെ കടക്കിണിയിലാക്കി തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ചൈനയുടെ രീതി ബംഗ്ലാദേശിലും സംഭവിക്കുമോ എന്ന് ഇന്ത്യ ഭയപ്പെടുന്നു. നിലവിൽ ഇത് സാങ്കേതിക സഹകരണം മാത്രമാണെന്ന് ബംഗ്ലാദേശ് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ നീക്കം. എന്നാൽ ഇന്ത്യയും ഈ വിഷയത്തിൽ നിശബ്ദമല്ല. ടീസ്റ്റ പ്രോജക്ട് ഇന്ത്യയുടെ സാങ്കേതിക സഹായത്തോടെ നടപ്പിലാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ ബംഗ്ലാദേശിന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ചൈനയെ ഈ പ്രൊജക്റ്റിൽ നിന്ന് അകറ്റി നിർത്താൻ ഒരു ഇന്ത്യൻ ടെക്നിക്കൽ ടീമിനെ ബംഗ്ലാദേശിലേക്ക് അയക്കാനുള്ള ചർച്ചകളും പുരോഗമിക്കുന്നു. ദക്ഷിണേഷ്യയിൽ ചൈനയുടെ സ്വാധീനം തടയുക എന്നത് ഇന്ത്യയുടെ വലിയൊരു മുൻഗണനയാണ്. ബംഗ്ലാദേശിലെ ടീസ്റ്റ പദ്ധതി ചൈനയ്ക്ക് നൽകുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ ബംഗ്ലാദേശിന് തങ്ങളുടെ വികസനത്തിനായി ഏത് രാജ്യവുമായും സഹകരിക്കാൻ അവകാശമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള സ്ട്രാറ്റജിക് ബിസിനസ് വാർത്തകൾക്കും ജിയോ പൊളിറ്റിക്കൽ വിശകലനങ്ങൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.